ഹലോ ഡിയേഴ്സ്, LS ഫാമിലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പാവയ്ക്ക വെച്ചിട്ടുള്ളൊരു തീയലാണ്. അപ്പൊ നമുക്ക് കയ്പില്ലാതെ, പാവയ്ക്കൊക്കെ എന്തായാലും നല്ല കയ്പായിരിക്കില്ലേ. അപ്പൊ നമുക്ക് കയ്പില്ലാതെ എങ്ങനെയാണ് നല്ല ടേസ്റ്റില് തീയൽ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ LS ഫാമിലി കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തോളൂ കേട്ടോ. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്ത് വെച്ചോളൂ. എങ്കിലും ഞങ്ങൾ ഇടുന്ന വീഡിയോസ് ഒക്കെ അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന് നമ്മൾ ആദ്യം മുറിച്ചിട്ട് വിനാഗിരിയിൽ ഇട്ട് 10 മിനിറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വിനാഗിരിയിൽ ഇട്ട് വെച്ചാല് കയ്പുണ്ടാവില്ല. അപ്പൊ ആദ്യം പൊന്നുകൂറ്റി വിനാഗിരി എടുത്തിട്ടാ അലമാരിയിലുണ്ട് കേട്ടോ. പൊന്നു ഇതെടുത്തിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കാം. ഇത് ഞാൻ ആദ്യം കടയിൽ നിന്ന് വാങ്ങിയതായതുകൊണ്ട് കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇനി ഇതൊന്ന് അരിഞ്ഞ് വിനാഗിരിയിലിട്ട് വെക്കാം. വേണ്ട, ആദ്യമായിട്ടൊക്കെ കുക്കിംഗ് ഒക്കെ പരീക്ഷിക്കുന്നവർക്ക് വേണ്ടിയാട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. നമ്മൾ ആദ്യം കുറച്ച് നീളത്തിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ കളഞ്ഞ് കുറച്ച് കട്ടി കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക. വളരെ തിന്നാവൊന്നും വേണ്ട, കാണിച്ചു തരാവേ. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനും നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും ഒഴിക്കണ്ട, കുറച്ച് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി മാറ്റി വയ്ക്കാം. ഇനി ഇതിൽ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അതിന് ഒരു അരമുറി തേങ്ങേൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇനി 2-3 ചെറിയുള്ളി പൊളിച്ചിട്ട് ഇതിലിട്ടേ. ഇട്ടല്ലോ. ഇനി കുറച്ച് കറിവേപ്പില വേണം. കറിവേപ്പില കിട്ടിയല്ലോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഉള്ളി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ അതിൻ്റെ ഒന്നിച്ച് തന്നെ അത് നന്നായിട്ട് തന്നെ മുരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ സാമ്പാറിനൊക്കെ ഡാർക്ക് കളറിൽ വറുക്കുന്നില്ല, അപ്പോൾ അത്ര ഡാർക്കായിട്ടൊന്നും വറുക്കണ്ട. ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും, ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇട്ട് വറുത്ത് കഴിയുമ്പോൾ, അരച്ച് കഴിയുമ്പോൾ നല്ലൊരു കളറ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് പാവയ്ക്ക കഴുകി വേവിക്കാൻ വയ്ക്കാം. ഇപ്പോൾ കുക്കറിലായതുകൊണ്ട് ഒരു 3 വിസിലിൽ വെന്ത് കിട്ടും. അപ്പോൾ ഞാനിതിലൊരു തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, പിന്നെ ഒരു പകുതി സവാള വട്ടത്തിലരിഞ്ഞത്, പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പാവയ്ക്കൊക്കെ മുങ്ങി കിടക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 3 വിസിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് വേകുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം കേട്ടോ. അപ്പം നല്ലൊരു കളറ് കിട്ടുന്നതാണ് കറിക്ക്. ഞാനത് വെള്ളം ചേർക്കാതെ മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ജാറിൽ നിന്ന് കഴുകിയ വെള്ളമാണ് കേട്ടോ അത്. ഇനി നമുക്ക് പാവയ്ക്ക വെന്തിട്ടുണ്ട്, ചട്ടിയിലോട്ട് മാറ്റാം. അതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു നാരങ്ങ വലുപ്പത്തിൽ വാളൻ പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ തക്കാളി വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. എനിക്ക് തക്കാളി ഇട്ടില്ലെങ്കിൽ സമാധാനം കിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒരു പകുതി തക്കാളി ഇട്ടിട്ടുണ്ട്. തീയലിൽ അങ്ങനെ ആരും അധികം തക്കാളി ചേർക്കാറില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ലൂസിനൊക്കെ കണക്കാക്കി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് ഒഴിച്ച് കൊടുക്കാം. തീയലായതുകൊണ്ട് നമുക്ക് അധികം ലൂസിലെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് ഒന്ന് ലേശം ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി അതിൽ ഉപ്പ് കണക്കാണോ എന്ന് നോക്കാം. കുറച്ച് ഉപ്പിൻ്റെ കൂടെ ആവശ്യമുണ്ട്.
ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ചും കൂടി ഒന്ന് കുറുക്കിയെടുക്കാം. ഒരുപാട് കുറുക്കരുത്, പിന്നെ നമ്മൾ തണുത്ത് കഴിയുമ്പോൾ കട്ടയായി പോകും. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ നമ്മൾ തീ ഓഫ് ചെയ്യുവാണെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ പാകത്തിനുള്ളൊരു ലൂസിലായിരിക്കും കിട്ടുക. അപ്പോൾ ഇതുപോലെ ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം. വറുക്കാൻ ആവശ്യമായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പാവയ്ക്ക കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലൊന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതാണ്. പൊന്നും നല്ല ഒരുപാട് ഇഷ്ടപ്പെട്ട സംഗതി. കയ്പുണ്ടാ? ഇല്ല. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പൊന്നിന് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കയ്പുമില്ല, ഒരു ചെറിയ പുളിയുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ കുട്ടികൾക്കെല്ലാം കഴിക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പം ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരയ്ക്കും. അതുവരെ ബൈ.